നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പെപ്പിൻ്റെ ടീമും ആഞ്ചലോട്ടിയുടെ ടീമും തമ്മിലുള്ള സുപ്രധാന വ്യത്യാസം എന്താണ്? സ്വന്തം പൊസിഷനിൽ പോലും മര്യാദക്ക് കളിക്കാത്ത കുറച്ച് ആളുകൾ ഇപ്പോൾ പെപ്പിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് പണി പറഞ്ഞാലും സ്വന്തം പൊസിഷൻ ആവണമെന്നില്ല, ഏത് പണി കൊടുത്താലും അത് ഭംഗിയായി ചെയ്യുന്ന കുറച്ച് ആളുകൾ ആഞ്ചലോട്ടിയുടെ കൂടെയുണ്ട്. അതാണ് ആഞ്ചലോട്ടിയുടെ ബലം. ഷുവാമനിയും വാൽവർദയും ഒക്കെ ആ ഗണത്തിൽപ്പെട്ടവരാണ്. വാൽവർദെ ഇന്നലെയും കളിച്ചു. എവിടെ? റൈറ്റ് വിങ് ബാക്ക് പൊസിഷനിൽ, റൈറ്റ് ഫുൾ ബാക്കായിട്ട് കിടിലൻ പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. നോക്കുക, ഔട്ട് ഓഫ് പൊസിഷനിൽ റൈറ്റ് ബാക്കായിട്ട് അദ്ദേഹം കളിച്ചു. എന്നിട്ട് ഒരു അസിസ്റ്റ് സ്വന്തം പേരിലാക്കി. ക്രോസുകൾ കൊണ്ട് അദ്ദേഹം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ആ റൈറ്റ് സൈഡ് ഓഫ് ദി ഫീൽഡ് അങ്ങ് ലോക്ക് ചെയ്ത് കളഞ്ഞു, എതിരാളികൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ. സോ വാട്ട് എ പെർഫോമൻസ്! ഫെഡെ വാൽവർദെ ഒരിക്കൽ കൂടി നമ്മെ വിസ്മയിപ്പിക്കുകയാണ്. അദ്ദേഹം ഈ സീസണിൽ പലവട്ടം ഇതുപോലെ വളരെ ഡിസിസീവായിട്ടുള്ള പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. അത് അദ്ദേഹം തുടരുന്നു. ഇന്നലെ 88 മിനിറ്റ് കളിക്കളത്തിൽ 77 ടച്ചുകൾ, ഒരു അസിസ്റ്റ്, ഒരു ഷോട്ട് അദ്ദേഹം ബ്ലോക്ക് ചെയ്തു, ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു, 2 ക്ലിയറൻസുകൾ, 2 ഇൻ്റർസെപ്ഷൻസ്, 2 ടാക്കിളുകൾ, 4 കീ പാസുകൾ, 8 ലോങ് ബോളുകൾ അദ്ദേഹം കൊടുത്തതിൽ 6 എണ്ണവും കംപ്ലീറ്റായി. 3 ഗ്രൗണ്ട് ഡ്യുവൽസിൽ 2 എണ്ണം വിൻ ചെയ്തു. സോ താൻ വേഴ്സറ്റൈൽ പ്ലെയർ ആണെന്ന് ഒരിക്കൽ കൂടി ഫെഡെ വാൽവർദെ തെളിയിക്കുന്നു. തീർച്ചയായിട്ടും ആഞ്ചലോട്ടിയുടെ ബലം വാൽവർദയും ഷുവാമനിയും ഒക്കെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.